അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മുദക്കറായി വരുന്ന രൂപങ്ങൾ കുറച്ച് പറഞ്ഞു. മുദക്കറാവുന്ന അതുപോലെ മുഅന്നസായ രൂപങ്ങൾ, അതാണല്ലോ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ജിൻസ് വൈറ് ഹക്കീക്കിയിൽ മുഅന്നസായി വരുന്ന രൂപമാണ് നമുക്ക് പറയാനുള്ളത്. ഏതൊക്കെ സമയത്താണ് മുഅന്നസ് വരിക, ഉറുദുവിൻ്റെ ഏതൊക്കെ ലഫ്ളുകൾ, അത് തന്നെ അലിഫ് കൊണ്ട് അവസാനിക്കണത് അല്ലെങ്കിൽ ഹാ കൊണ്ട് അവസാനിക്കണത്, അങ്ങനെ ഒരുപാട് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ കാഫ് കൊണ്ട് അവസാനിക്കുന്നത്, അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ വ്യത്യസ്ത ഘട്ടങ്ങളിൽ വ്യത്യസ്ത രീതിയിൽ മുഅന്നസ് മുദക്കറായി മാറുമല്ലോ. ഇനി കുറച്ച് ഘട്ടങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. മുഅന്നസായി വരുന്ന കുറച്ച് രീതികളാണ് പറയുന്നത് കേട്ടോ ഈ ക്ലാസ്സിൽ. അപ്പോൾ ജിൻസ് ഹക്കീക്കി നമ്മൾ പറഞ്ഞു, അതിനുള്ള കാര്യങ്ങൾ പറഞ്ഞു, മുദക്കർ മുഅന്നസാവുന്ന രൂപം പറഞ്ഞു. ഇനി ജിൻസ് വൈറ് ഹക്കീക്കിയിലെ മുഅന്നസായി വരുന്ന രൂപമാണ് നമുക്ക് പറയാനുള്ളത്. ഉർദു മേ മുസ്തമിൽ അറബി फारसी और हिंदी के से हर्फी अल्फाज जिनका आखिरी हर्फ अलिफ हो मुअन्नस होते हैं. ഉറുദുവിൽ നമ്മൾ ഉപയോഗിക്കുന്ന അറബി വേർഡുകൾ, ഫാരിസി വേർഡുകൾ, ഹിന്ദി വേർഡുകൾ അല്ലേ, അതിൻ്റെ അവസാനത്തിൽ അലിഫ് ഉണ്ടെങ്കിൽ അത് മുഅന്നസ് ആയിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഉറുദു ഭാഷയിലെ അറബി വേർഡുകൾ ഒരുപാട് കടന്നുകൂടിയിട്ടുണ്ട്, ഫാരിസി വേർഡുകൾ കൂടി കടന്നു വന്നിട്ടുണ്ട്, ഹിന്ദി വേർഡുകളും വന്നിട്ടുണ്ട്. അപ്പോൾ ആ വേർഡുകളൊക്കെ നമ്മൾ അതിൻ്റെയൊക്കെ അവസാനം അലിഫാണോ എന്ന് നോക്കുക, എന്നാൽ അത് മുഅന്നസ് ആയിരിക്കും. ഇപ്പോൾ ഉദാഹരണം, അറബി വേർഡ് ഉദാഹരണമായിട്ട് റിസ, സബ, ഫത, ബഖ അല്ലേ, ഫത അല്ല, സോറി, ഫന. അപ്പോൾ ഈ റിസ അലിഫാണ് ലാസ്റ്റ്, സ്വബ അലിഫ ലാസ്റ്റ് അല്ലേ, ഫനൻ്റെ അവസാനം എന്താ ലാസ്റ്റ്, എന്താ അലിഫല്ലേ, ബക്കൻ്റോ അതും അലിഫ്. അപ്പോൾ അറബി വേർഡാണിത്, നിങ്ങൾക്കറിയാം. അപ്പോൾ ഇതൊക്കെ എന്തായി ഉപയോഗിക്കുന്നു, മുഅന്നസായി ഉപയോഗിക്കുന്നു. നെക്സ്റ്റ് നോക്കൂ, ഫാരിസി വേർഡ് സസ, ഹവ, ഇതിൻ്റെ അവസാനം അലിഫാണ്, ഫാരിസി വേർഡാണ്. അപ്പോൾ ഇതൊക്കെ എന്താകും, മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. ഇനി ഹിന്ദി വേർഡ് ഘട്ട, കഥ എന്നുള്ള, അതിലും അലിഫുണ്ട് ലാസ്റ്റ്. അപ്പോൾ ഇതൊക്കെ മുഅന്നസായിട്ടാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി നെക്സ്റ്റ് ഉറുദു കെ വോ അൽഫാസ്, ഉറുദുവിലെ ആ ഒരു ലഫ്ലുകൾ ജിൻകെ ആഖിർ മേ ഹായേ താമ, ഹായേ താമയുണ്ടെങ്കിൽ അസ്ലി ഹോ, അത് തന്നെ അസ്ലിയായ ഹായേ താമ ആവണം, എന്നാൽ അത് ഇസ്തേമാൽ ചെയ്യുമ്പോൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. ആ ഒരു ഹായിനെ അലിഫാക്കി ബദൽക്കെ ലിഖന സയ്യനൈ, ഹായിനെ അലിഫാക്കി എഴുതാൻ പാടില്ല. മനസ്സിലായോ? പനാഹ് എന്ന് പറയുമ്പോൾ അവിടെ ഹാ എ താമുണ്ട്, പരിപൂർണമായിട്ടൊരു ഹാ എന്നല്ലേ ഒരു വേണ്ടോ, ഒരു സീറോ മോഡൽ ഹാ കണ്ടങ്ങൾ ഏകദേശം പനാഹ്. അപ്പോൾ ആ പനാഹുള്ള ഹായിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് അലിഫാക്കി എഴുതാൻ പറ്റും. ഇവിടെ പനാ, പനാ ഹ എന്നും പറ്റൂല. മനസ്സിലായോ? അല്ലെങ്കിൽ റാഹ് എന്നുള്ള ഹായിനെ ഒഴിവാക്കാനോ അല്ലെങ്കിൽ അലിഫാക്കി എഴുതാനോ പറ്റുമോ? പറ്റൂല. പനാഹ, റാഹ, തനോ, തഹ, വജ്ഹ എന്നൊന്നും പറയില്ല. ആ ഹാ അവിടെ തന്നെ ഉണ്ടാവും, കാരണം അത് അസ്ലിയായിട്ടുള്ള ഹാ ആണ്. മനസ്സിലായല്ലോ? അപ്പോൾ ആ ഹാ വരുമ്പോൾ നമുക്ക് മനസ്സിലായി എന്ത്, ഹായ താമുണ്ടാകുമ്പോൾ മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ ഈ പനാ, റാ, തഹ, വജ് എന്നുള്ളതൊക്കെ എന്താണ്, മുഅന്നസാണ്. ഇനി നിങ്ങൾ നോക്കോ, ഉർദു ജബാൻ മേ മുസ്തമിൽ ഹിന്ദി കെ വോ അൽഫാസ് ജിൻകെ ആഖിർ മേ കാഫ്, ടാ അല്ലെങ്കിൽ യാ, ഹട്ട് മസ്ദരി മൗജൂദ് ഹോ വോ മുഅന്നസ് ഇസ്തേമാൽ കിയ ജാത്തെ ഹൈ. ഒരു ലഫ്ലിൻ്റെ അവസാനത്തിൽ കാഫ് വന്നു, അല്ലെങ്കിൽ ടാ എന്നുള്ളത് വന്നു, അല്ലെങ്കിൽ ഹട്ട് എന്ന് വന്നു, അങ്ങനെയാണല്ലോ അതൊക്കെ എന്താ ഉപയോഗിക്കുക, മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക. ഇപ്പോൾ കാഫിന് ഉദാഹരണം മഹക്ക്, ബൂക്ക്, ചോക്ക്, ഇതിൻ്റെയൊക്കെ അവസാനം കാഫില്ലേ, മഹക്ക്, ബൂക്ക് അല്ലേ, ഓരോന്ന് നോക്കൂ. അപ്പോൾ ഇതൊക്കെ മുഅന്നസാണ്. അതുപോലെ ട എന്ന് വന്നതിന് ഉദാഹരണം ബനാവട്ട്, മിലാവട്ട്, ചൗട്ട്, ട വന്നുള്ളതിന് ഉദാഹരണമാണ്. അപ്പോഴും മുഅന്നസായിട്ടാണ് ഉപയോഗിക്കുക.
ഇനി ഹട്ട് വന്നതിന് ഉദാഹരണം ഗബ്രാഹട്ട്, സർസറാഹട്ട്, ആഹട്ട്, ഗൈറ, ഇതുപോലത്തെ വേറെയും ഉദാഹരണങ്ങൾ. അതിലൊക്കെ ഹട്ട് വന്നില്ലേ? ഹട്ട് വന്നത് കൊണ്ട് തന്നെ ഇതൊക്കെ എന്താണ്? പറയടാ, എന്താണ്? ആ, മുഅന്നസാണ്. ഇനി ഉർദു में मुस्तअमिल हिंदी के अस्माए कैफियत മുഅന്നസ് ഇസ്തിമാൽ കിയ ജാത്തെ ഹെ. ഉറുദുവിൽ ഉപയോഗിക്കുന്ന എന്തുണ്ടാകും? ഹിന്ദി പേരുകൾ. മനസ്സിലായോ? ഹിന്ദി പേരുകളുടെ രൂപങ്ങൾ ഉണ്ടാവും. പിസ്ലൻ, ദടഖൻ, ഗർച്ചൻ. അപ്പൊ ഇതൊക്കെ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ ഹിന്ദി പേരുകളുടെ രൂപങ്ങളാണിത്. ഹിന്ദി പേരുകൾ ഉണ്ടാവില്ല, ആ രൂപങ്ങളിൽ വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇത് മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കുക. പിസ്ലൻ, ദടക്കൻ, കർച്ചൻ എന്നുള്ളതൊക്കെ. വൈററിന് അതല്ലാത്ത വേറെ ഉദാഹരണങ്ങൾ. ഇനി 5 നോക്കൂ. ഉർദു ജബാൻ മേ മുസ്തഅമിൽ ഹിന്ദി के वो अल्फाज जिनके आखिर में सीन മസ്ദരി ഹോ വ മുഅന്നസ് ഇസ്തിമാൽ കിയ ജാത്തെ ഹെ. ഉറുദു ഭാഷയിൽ ഉപയോഗിക്കുന്ന ഹിന്ദി പദങ്ങൾ ഉണ്ടാവും. ഹിന്ദി പദങ്ങൾ, അതിൻ്റെ അവസാനം സീൻ ഉണ്ടാകും. ഹിന്ദി പദങ്ങളാണ്. അത് എന്തായിട്ടാണ് ഉപയോഗിക്കുക? എന്തായിട്ട് ഉപയോഗിക്കുക? ആ, അതെ, എന്തായിട്ട് ഉപയോഗിക്കുക? മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കുക. ജൈസെ പ്യാസ്, മിഠാസ്, ബക്വാസ് വഗൈറ. ബക്വാസ്, മിഠാസ്, പ്യാസ്, സീനുണ്ട്. ഇതൊക്കെ എന്താണ്? ഹിന്ദി വേർഡുകൾ കൂടിയാണ്. സീനുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കുക, സീൻ വന്നതുകൊണ്ട് തന്നെ. മനസ്സിലായല്ലോ? ഇനി അടുത്ത് നോക്കൂ. ഉർദു ജബാൻ മേ മുസ്തഅമിൽ ഹിന്ദി के वो अल्फाज जिनके आखिर में कार या वार मौजूद हो वह मुअन्नस इस्तेमाल किया जाता है. ഉറുദു ഭാഷയിൽ ഉപയോഗിക്കുന്ന ആ ലഫ്ദുകൾ, അതിൻ്റെ അവസാനം കാർ ഉണ്ട് അല്ലെങ്കിൽ വാറ്, കാറ് എന്നോ വാറ് എന്നോ ആ ഒരു പദത്തിൻ്റെ അവസാനം ഉണ്ടെങ്കിൽ അത് മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കുക. ഇപ്പോൾ ഉദാഹരണം കാർ, ലൽക്കാർ, സർക്കാർ, പുക്കാർ വഗൈറ. കാറ്, ലൽക്കാർ, സർക്കാർ, പുക്കാർ. അപ്പോൾ കാറ് എന്നില്ല അവിടെ, അല്ലെ വാറ്. വാറിന് ഉദാഹരണം ഇതിൽ കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കുക. അപ്പൊ സർക്കാർ എന്നുള്ളത് മുഅന്നസ് ആണ് കേട്ടോ. പിന്നെ ഉർദു ജബാൻ മുസ്തഅമിൽ ഹിന്ദി के अक्सर हासिल मस्दर मुअन्नस इस्तेमाल किए जाते हैं. ഉർദു ജബാനിൽ ഉപയോഗിക്കുന്ന ഹിന്ദിയിലുള്ള ഒരുപാട് മസ്തറുകൾ ഉണ്ടാവും. ഹിന്ദിയിൽ വരുന്ന മസ്തറുകൾ ഉറുദു ഭാഷയിൽ വരലുണ്ട്. സാധനം ഹിന്ദിൻ്റെതാണ്, ഉപയോഗിക്കണ എവിടെയാണ്? ഉറുദുവിലാണ്. ഇപ്പോൾ ഉദാഹരണം ചാൽ, മാർ, സൊഫായി, വയർ, അതൊക്കെ എന്താണ്? മസ്ദറുകളല്ലേ, പക്ഷേ ഹിന്ദി ഭാഷയിൽ നിന്നും വന്നതാണ് ഉറുദുക്ക്. അപ്പോൾ ഈ ഒരു മസ്ദറൊക്കെ എന്തായിട്ടാണ് ഉപയോഗിക്കല്? മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കല്. സൊഫായി പറഞ്ഞാൽ വൃത്തി എന്ന് പറയും നമ്മൾ അല്ലേ? വൃത്തി എന്നുള്ള മസ്ദറല്ലേ? വൃത്തിയാകൽ, വൃത്തി. ചാല്, മാറ്, അടിക്കൽ എന്നൊക്കെ പറയില്ലേ? ചാലണം എന്ന് പറയുമ്പോൾ എന്താണ്? നടത്തം എന്നൊക്കെ പറയാം. ചലൻ, ചാൽ. ഇനി ആവാസ് കെ നക്കിൽ കർനെ കെ ലിയെ ജിത്തനെ അൽഫാസ് ഇസ്തേമാൽ കിയെ ജാത്തെ ഹൈ വോ സബ് മുഅന്നസ് ഹൈ. ശബ്ദത്തിന് വേണ്ടി നീക്കം ചെയ്യാൻ, ശബ്ദം നമ്മൾ റിപ്പോർട്ട് ചെയ്യൂലേ, നിന്റെ ശബ്ദം, മറ്റീൻ്റെ ശബ്ദം, പറവൻ്റെ ശബ്ദം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ശബ്ദങ്ങൾ ഉണ്ടാവും. ആ ശബ്ദങ്ങളൊക്കെ ഓരോ ലഫ്ദുകൾ ഉണ്ടാവും അല്ലേ? അതൊക്കെ മുഅന്നസ് ആയിട്ട് ഉപയോഗിക്കാം. ഉദാഹരണം കൂക്കു, കൂക്കു, ടിക്ക് ടിക്ക്, ചം ചം, ഇതൊക്കെ ഓരോ ശബ്ദങ്ങളാണ്. ഇതൊക്കെ മുഅന്നസ് ആയിട്ടാണ് ഉപയോഗിക്കുക, കാരണം ശബ്ദങ്ങളാണ്. പിന്നെ ഫാരിസിക്ക് അക്സർ മുറക്കബ് അൽഫാസ് മുഅന്നസ് ഇസ്തേമാൽ കർത്തേ ഹൈ. ഫാരിസി ഭാഷകളിൽ ഒരുപാട് മുറക്കബായ ലഫ്ദുകൾ ഉണ്ടാവും. മുറക്കബ് പറഞ്ഞാൽ 2 കൂടി ചേർന്നിട്ടുണ്ടാവണേ. ഇപ്പം ആമദോ റഫ്ത്ത്, വരിക പോവുക എന്നുള്ള അർത്ഥത്തിനാണ് എന്ത് പറയാ? ഫാരിസിയിൽ ആമദോ റഫ്ത്ത് എന്ന് പറയാം. വരവ്, പോക്ക് എന്നുള്ള അർത്ഥം. ഖരീദോ ഫറോത്ത്, വാങ്ങ, കൊടുക്കുക. തറാശോ, ഖറാശ്. ഇങ്ങനെ മുറക്കബായ ലഫ്ദുകൾ, ഇതൊക്കെ എന്താണ്? മുഅന്നസ് ആയിട്ടാണ് ഫാരിസ് ഉപയോഗിക്കുക, കാരണം ഇതൊക്കെ ഫാരിസി വേർഡ് ആയതുകൊണ്ട് തന്നെ. മനസ്സിലായോ? ഇനി ഉർദു ജബാൻ में मुस्तमिल अल्फाज में से जिनकी जम यन से बना सकते हैं वो सब मुअन्नस इस्तेमाल करते हैं. ഉറുദു ഭാഷയിൽ ഉപയോഗിക്കുന്ന ചില ലഫ്ദുകൾ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ജമ്മ് എന്താ ചെയ്യുക? ലാസ്റ്റ് യാവും നൂനും കൂട്ടി കൊടുത്തിട്ടാണ് ഉണ്ടാക്കൽ ഒരു വേർഡ്. ആ വേർഡിൻ്റെ ജമ്മ് യാവും നൂനും ആയിട്ടാണ് വരിക. അത് ഉറുദു ഭാഷയിൽ ഉപയോഗിക്കലുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെന്താണ്? മുഅന്നസ് ആണ്. ഉദാഹരണം കിതാബ്, മേസ്, ദീവാർ വഗൈറ.
അപ്പോൾ ഇതൊക്കെ എന്താണ്? മുഅന്നസാണ്. കാരണം ഇതിലെന്ത് ചെയ്യും? കിതാബേ എന്ന് പറയലുണ്ട്, മേസേ, ദീവാറേ, യാവും നൂനും അങ്ങനെ ജമ്മാക്കാറുണ്ട്. മനസ്സിലായല്ലോ? അപ്പോൾ മുഅന്നസാണ്. इन्हें उर्दू ज़बान मुस्तमिल गैर जानदार के मुरक्कब अल्फाज अपने आखिरी लफ्ज़ के एतबार से मुदक्कर या मुअन्नस ही इस्तेमाल किए जाते हैं. ഉറുദു ഭാഷയിൽ ഉപയോഗിക്കുന്ന ജീവൻ ഇല്ലാത്ത ഒരു സാധനം ഉണ്ടാവില്ല, ജാൻദാർ. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ അവസാന ലഫ്സ് എങ്ങനെയാണ് പരിഗണിച്ചിട്ടാണ് മുദക്കർ മുഅന്നസും തീരുമാനിക്കുക. ഉറുദു ഭാഷയിൽ ഉപയോഗിക്കുന്ന ജീവനില്ലാത്ത മുറക്കബായ ലഫ്ലുകൾ. ഇപ്പം ഷഫാഖാന ജീവനില്ലാത്ത ആള്, മനുഷ്യന്മാരൊന്നല്ലല്ലോ ഷഫാഖാന അറിയുമ്പോൾ, ആശുപത്രി എന്നുള്ളത്. അപ്പോൾ ഷഫ ഒന്നാണ്, ഖാന മുറക്കബാണ്, മനസ്സിലായി. അപ്പോൾ അതിൻ്റെ അവസാന ലഫ്ദ് നോക്കിയിട്ടാണ് മുഅന്നസ മുദക്കറാന്ന് തീരുമാനിക്കുക. ഇപ്പം മുദക്കറിന് ഉദാഹരണമാണ് ഷഫാഖാന, കഷ്തഖൂൻ. മുഅന്നസിന് ഉദാഹരണമാണ് ആബോഹവ, സാൽഗ്ര. മനസ്സിലായോ? കാരണം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നോ, ഹാ ഒക്കെ ഹായത്താമൊക്കെ വന്ന മുഅന്നസാവുന്നു. മറ്റേത് ഖാനകൾ വരുമ്പോൾ മുദക്കറാന്ന് നമ്മൾ പറഞ്ഞോളൂ കഴിഞ്ഞ ക്ലാസ്സിലെ, ഓർമ്മ ഉണ്ടോ? ആ, ഇനി നോട്ട്. उर्दू वालों ने मुदक्कर और मुअन्नस बिल्कुल न समझ में आने वाले अल्फाज को मुदक्कर इस्तेमाल करने की राय दी है. ഈ ഉറുദുക്കാർ, നമ്മൾ മലയാളികളല്ലേ, ഉറുദുക്കാരെന്താ വെച്ചാൽ മുദക്കർ മുഅന്നസും അറിയില്ലെങ്കിൽ, ഇത് മുദക്കറ മുഅന്നസ് അറിയില്ലെങ്കിൽ ഓരെന്താ ചെയ്യുക? ആ ലഫ്ദുകളൊക്കെ മുദക്കറായിട്ട് തന്നെ ഉപയോഗിക്കുക എന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഒരു ലഫ്ദ് കിട്ടി, അത് മുദക്കറ മുഅന്നസ് അറിയില്ല, അപ്പോൾ ഉറുദുക്കാരെന്താ ചെയ്യുക അറിയാം? അത് മുദക്കറാണ് ഉപയോഗിക്കും. അങ്ങനെയുള്ള അഭിപ്രായക്കാരാണ് അവർ എന്നാണ് നോട്ടിൽ പറയുന്നത്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഇത് എഴുതി കൊണ്ടുവരാം കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.